അത് മാഡം മീരയ്ക്ക് മാഡത്തിനോട് എന്തോ പറയാനുണ്ടെന്ന്. അയ്യോ ഞാൻ പറ പറ പറയടി. മാഡത്തിന് ഞങ്ങളോടും പാറുവിനോടും ഒക്കെ ദേഷ്യമാണെന്ന് ഞങ്ങൾക്കറിയാം. മാഡത്തിൽ നിന്ന് ഞങ്ങൾ മനഃപൂർവ്വം മറച്ചു വെച്ചതല്ല. മാഡത്തിനോട് അതൊക്കെ എങ്ങനെയാ പറയാന്നോർത്താ മടി കൊണ്ടാ ഞങ്ങൾ പറയാതിരുന്നേ. അല്ലാതെ മാഡം കരുതുന്നത് പോലെ മാഡത്തിന് ഞങ്ങൾ ഫൂളാക്കിയതൊന്നും അല്ല. ഞങ്ങളെല്ലാവരും സ്വന്തം അമ്മയെ പോലെയാ മാഡത്തിനെ കാണുന്നത്. ഞങ്ങൾ ഒരിക്കലും മാഡത്തിനെ ഫൂളാക്കില്ല. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്നെ അമ്മയെ പോലെയാണത്രേ കാണുന്നത്. ഇപ്പോഴും എന്നെ ഫൂളാക്കാൻ നോക്കുക നിങ്ങളൊക്കെ. സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു കള്ളക്കളി കളിക്കോ? കൂടെ പിറപ്പ് തോന്നിയതുപോലെ നടന്ന നിങ്ങൾ നിങ്ങളുടെ അമ്മയിൽ നിന്ന് അത് മറച്ചു പിടിക്കോ? ഇന്നേ വരെ ഒരാളുടെ മുന്നിലും എനിക്ക് തല താഴ്ത്തി നിൽക്കേണ്ടി വന്നിട്ടില്ല. ആരും എന്റെ നേർക്ക് വിരൽ ചൂണ്ടി സംസാരിക്കേണ്ട സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇന്നേ വരെ ആരും എന്നെ ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ ആദ്യമായി എനിക്ക് തല താഴ്ത്തി നിൽക്കേണ്ടി വന്നു. നിങ്ങൾ കാരണം. എന്റെ നേർക്ക് വിരൽ ചൂണ്ടി ചോദ്യം ചെയ്തു നിങ്ങൾ കാരണം. എന്നിട്ടൊരു മനസാക്ഷി കുത്തൂല്ലാതെ പറയുന്നു ഞാൻ അമ്മയെ പോലെയാണത്രേ. വീണ്ടും നിങ്ങൾ എന്നെ വിഡ്ഢിയാക്കാൻ നോക്കുക. മാഡം വേണമെങ്കിൽ ഞങ്ങളെ തല്ലിക്കോ, ദേഷ്യം തീരുന്നത് വരെ തല്ലിക്കോ. എന്നാലും ഇങ്ങനെയൊന്നും പറയല്ലേ മാഡം. കേൾക്കുമ്പോ കരച്ചിൽ വരുക. നിങ്ങളോട് എനിക്ക് ദേഷ്യമില്ല, സ്നേഹവും ഇല്ല. അർഹിക്കുന്ന പാത്രത്തിലെ വിളമ്പാൻ പാടുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്.